ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലസ് ഡ്രീം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു നല്ല കണ്ടൻറ്റായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല കണ്ടൻറ് എന്നാണെന്നാണ് എൻ്റെ ഒരു വിചാരം. എന്തായാലും നമ്മൾ ഇപ്പോഴും എന്താ പറയുക, കുറേ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ കുറേ കുക്കിംഗ് വീഡിയോസോ അതുകൊണ്ടൊന്നും ഇട്ടതുകൊണ്ട് കാരണമാവുന്നില്ല. നമ്മുടെ ചുറ്റിനുമുള്ള പല കാര്യങ്ങളും നമുക്ക് എത്രമാത്രം ഹെൽപ്പ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഗുണങ്ങൾ അറിയാതെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് വിറ്റാമിനും ഫോളിക് ആസിഡും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടിനെ പറ്റി നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഈ പറയുന്നത്, എനിക്ക് തന്നെ അതിൻ്റെ ഗുണങ്ങളെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് കളയാതെ വാങ്ങാനും ഇതുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫലം കൊണ്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സലാഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ആവും എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് വരിക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടിനെ പറ്റിയാണ് കൂടുതൽ അറിയാൻ താല്പര്യം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാമെന്നായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കാണാം അല്ലേ. ഹായ്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കാണണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫ്രൂട്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഇത് നമ്മുടെ അവക്കാഡോ ആണ്. അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്നും പറയും. അതായത് ഇതിൻ്റെ ഉൾഭാഗം നല്ല ബട്ടർ കണക്കിരിക്കുന്നതാണ് കേട്ടോ ഇതിന് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. എല്ലാവരും ഈ സാധനം കണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ട് വളരെ കുറവാണ്. ഒന്നോ രണ്ടോ വീടുകളിലൊക്കെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമായിട്ടുള്ളൊരു ഫ്രൂട്ടല്ല. അപ്പം ഈ ഒരു ഫ്രൂട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം മേടിക്കണമെന്ന് നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. അത് ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ പഴങ്ങളിലൊക്കെ ഒരുപാട് നാരുകളും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനും അതുപോലെ തന്നെ ഒരുപാട് നാരുകളൊക്കെ അടങ്ങിയിരിക്കുന്നവയാണ് ഈ പഴങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ നമ്മുടെ അവക്കാഡോ എന്ന് പറയുന്നത്. അവക്കാഡോ നമ്മുടെ ശരീരത്തിന് ഒരു രീതിയിലല്ല ഒരുപാട് രീതികളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സാധനം ആദ്യം കാണുമ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ബട്ടർ പോലുള്ള ഭാഗം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ ഒരു രുചിയില്ല, എന്തോ ഒരു ടേസ്റ്റ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് കൊണ്ടേ തൊടിയിൽ കളഞ്ഞായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലായത്. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഭയങ്കര സ്വാദുള്ള ഫുഡിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ സ്വാദുള്ളതിന് അതുമാത്രം ഗുണങ്ങൾ കാണണമെന്നില്ല. ഈ നമ്മുടെ പ്രകൃതിയിൽ ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ നമുക്കൊന്നിനും കൊള്ളില്ല എന്നൊക്കെ തോന്നുന്ന സാധനങ്ങളായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള തരുന്നത്. ആ ഇനത്തിൽപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത്. ഈ അവക്കാഡോ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫോളിക് ആസിഡ് അതുപോലെ തന്നെ വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ അങ്ങനെ പല സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്. അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുമ്പം ഈ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ടിനെ പറ്റി ഞാൻ ഒന്നും കൂടി റിസർച്ച് അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷമാണ് ഇരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഇപ്പം എന്താ പറയുക, ഈ നിങ്ങളുടെ മുന്നിലേക്ക് പറയുമ്പം അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാവണം. അല്ലാതെ എനിക്ക് തോന്നുന്ന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ കൂടുതൽ അവക്കാഡോനെ പറ്റിയുള്ള കൂടുതൽ വിശേഷണങ്ങൾ അല്ലെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്നുള്ള കൂടുതൽ വിറ്റാമിനുകൾ അതെങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് ആദ്യം തന്നെ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇടുന്ന ടൈമിലൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് പ്രത്യേകം എടുത്ത് ഞാൻ പറയുന്നു, ഏറ്റവും അതായത് നമ്മളിപ്പം ആപ്പിൾ ആയിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ അങ്ങനെ പല സാധനങ്ങളും മേടിച്ച് കഴിക്കുന്നുണ്ട്. അതൊന്നും കഴിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയിൽ ഫോളിക് ആസിഡ്, അതിൻ്റെ ഫോളിക് ആസിഡിൻ്റെ മെഡിസിനൊക്കെ നമുക്ക് തരുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന അത് നമുക്ക് ആ പ്രഗ്നൻ്റ് ആയ ലേഡീസിന് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫോളിക് ആസിഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ ഉറവിടമാണ് കേട്ടോ ഈ അവക്കാഡോ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് ഈ അവക്കാഡോ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പിന്നെ എടുത്തു പറഞ്ഞത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവക്കാഡോ വളരെ നല്ലതാണ്. ഈ അവക്കാഡോ ഉപയോഗിക്കുന്നത് ഈ
എന്താ പറയുക, പോളിക് ആസിഡ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അസുഖത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഈ അവക്കാഡോ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉണ്ട് നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ടെൻഷന് അല്ലെങ്കിൽ സമ്മർദ്ദം അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോഴും അവക്കാഡോ കഴിക്കുന്നത് നല്ലതാണ്. അവക്കാഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ പെട്ടെന്നങ്ങ് ചെയ്യുമെന്നല്ല പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു വശം, അതായത് ഇപ്പം നമുക്കിപ്പം നമ്മളെ മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ പുറമേ നിന്നുള്ള കാരണങ്ങളാവാം. പക്ഷെ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അവക്കാഡോ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേന് അവക്കാഡോ കഴിച്ച് കഴിഞ്ഞാൽ അത് പോകുമെന്നല്ല കേട്ടോ പറയുന്നത്. അപ്പം അതും കൂടെ വിചാരിക്കുക, എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ മാത്രം എടുക്കുക കേട്ടോ. അതായത് ഞാനിപ്പോൾ പറഞ്ഞു മാനസിക സമ്മർദ്ദത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് ഒരു അവക്കാഡോയിൽ ഏകദേശം 118 മൈക്രോഗ്രാം ഫോളേറ്റ് അഥവാ ഫോളിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു മുതിർന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ദിവസം വേണ്ട ഫോളിക് ആസിഡിലെ ഫോളേറ്റിൻ്റെ 1/3% ഈ ഒരു അവക്കാഡോയിൽ നിന്ന് ലഭിക്കും. അപ്പം അത്രയും നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേന് ഈ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്, ഈ നമ്മുടെ ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒന്നാണല്ലോ ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കുറവ് മൂലം ഈ വിറ്റാമിൻ ബി അല്ലെങ്കിൽ വിറ്റാമിൻ ബി എന്ന് പറയുന്ന സാധനം കുറഞ്ഞു പോകും. അങ്ങനെ കുറഞ്ഞു പോകുന്ന ടൈമിലാണ് നമുക്ക് ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ആവുന്നത്. അപ്പോൾ ഈ അവക്കാഡോ കഴിക്കുന്നത് മൂലം നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട, ഒരു മുതിർന്ന ഒരാൾക്ക് വേണ്ട ഫോളേറ്റിൻ്റെ 1/3% ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത്രയും നമ്മളെ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ അവക്കാഡോ എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് മാനസിക സമ്മർദ്ദം തടയുന്നതിന് ഈ അവക്കാഡോ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് വളരെയേറെ സഹായകരമാകുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു പ്രയോജനം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർമ്മശക്തി കുറവെന്നല്ല, നമ്മൾ ഈ അൽസിമേഴ്സ് അസുഖങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ കുറയാൻ വേണ്ടിയിട്ട് ഈ അവക്കാഡോ സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊന്നാണ്, നമ്മുടെ അസ്ഥികളെയൊക്കെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ ഒരു സാധനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരി നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ അവക്കാഡോ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ അത്ര അങ്ങോട്ട് എന്താ പറയുക, അത്ര അങ്ങോട്ട് എല്ലാവരും യൂസ് ആക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം എല്ലാ ആൾക്കാരും തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് ജ്യൂസാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതുപോലെ തന്നെ സലാഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ ഒക്കെ കൂടി നമ്മൾ ന്യൂട്ടല്ലയൊക്കെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ അവക്കാഡോയുടെ പൾപ്പ് എടുത്തിട്ട് നമുക്ക് ബ്രെഡിലൊക്കെ ചേർത്ത് അങ്ങനെയും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനം. ഇതുകൊണ്ടൊന്നും അതിൻ്റെ ഗുണങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതായത് ഈ വിറ്റാമിൻ കെ എന്ന് പറയുന്നതാണ് നമ്മുടെ അസ്ഥികളെയൊക്കെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായമാകുന്ന വിറ്റാമിൻ. അപ്പോൾ വിറ്റാമിൻ കെയും ഈ അവക്കാഡോയിലുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഫോളിക് ആസിഡ്, വിറ്റാമിൻ ബി, വിറ്റാമിൻ കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒരു ഫലമാണ് കേട്ടോ ഇത്. ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ അവക്കാഡോ കൊടുക്കുന്നത് നല്ലതെന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് അവക്കാഡോ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിക്കുകയും ചെയ്യും. ഉദ്ദീപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പൂർവാധിക ശക്തിയോടുകൂടി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അവക്കാഡോ സഹായിക്കുന്നുണ്ട്. അതുപോലെ കുടലിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളുടെയൊക്കെ വളർച്ചയ്ക്കും അവക്കാഡോ സഹായകമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും ഇപ്പോഴും ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്താ പറയുക, ഒരു രുചിയില്ല, അപ്പോൾ ഇത് നമുക്ക് വേണ്ട, അങ്ങനെ ഒരു ചിന്താഗതിക്കാരാണ് ഇതിപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർ കൂടുതലും. പിന്നീട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണം. അതായത് നമ്മുടെ കണ്ണുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പലതും ഈ അവക്കാഡോയിലുണ്ട്. മാത്രമല്ല അവക്കാഡോയിൽ ലൂട്ടിയോൺ, സിയാക്ലാന്തിൻ എന്നിവ നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന പ്രകാശ തരംഗങ്ങളെ ആഗീകരണം ചെയ്യാൻ വേണ്ടിയിട്ടും സഹായകമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്താ കീപോട്ട് നോക്കുന്നത്, ചില വാക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറയണം. അപ്പം ഞാനതിവിടെ എഴുതി വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം ഇതിൽ ഈ അവക്കാഡോയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സൈഡുകളൊക്കെ ഏറ്റവും കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ തൊലിയോട് ചേർന്നിട്ട്, നമ്മളിത് മുറിക്കുമ്പോൾ അറിയാം, ഇതിൻ്റെ തൊലിയോട് ചേർന്നിട്ടുള്ള ഒരു
ഒരു ഇരുണ്ട പച്ച നിറമായിരിക്കും ഇത് അതിൻ്റെ ഒരു കുരുഭാഗം തൊലിയോട് ചേർന്നിട്ടുള്ള ഒരു ഇരുണ്ട പച്ച ഭാഗത്തായിരിക്കും ഇതിലുള്ളത്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളിൽ നല്ല ബട്ടറാണ്, നടുക്കൊരു കുരുവാണ്. ഞാനിപ്പോൾ ഇത് പൊളിച്ച് കാണിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്രമാത്രം അങ്ങ് പഴുത്ത അവക്കാഡോ അല്ല. നമ്മൾ പഴുത്തത് ഇന്നലെ യൂസ് ആക്കി. പിന്നെ ഉണ്ടല്ലോ അവക്കാഡോയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ദിവസം 4 നേരം ഫുഡ് കഴിക്കുമെന്ന് വെച്ചാൽ ഒരു 3 നേരം ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മളിപ്പം രാവിലത്തെ ഫുഡ് കഴിച്ചു, ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു, ഇനി 4 മണിക്ക് ചെറിയൊരു കാപ്പി കുടിച്ചു. ഇനി നമുക്ക് അത്താഴം കഴിക്കുന്ന ടൈമിൽ അത്താഴത്തിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് തന്നെ അവക്കാഡോ കൊണ്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ഒരു നേരത്തെ ആഹാരത്തിന് തുല്യമാണ് കേട്ടോ. അപ്പം അത്രയും പ്രയോജനമുള്ള ഒരു സാധനമാണ് ഈ അവക്കാഡോ എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ അവക്കാഡോ കൊണ്ടുള്ള ഏറ്റവും പ്രയോജനകരവും നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അവക്കാഡോ. അതായത് നമ്മുടെ വയറിൽ അടിഞ്ഞു കൂടിയിട്ടിരിക്കുന്ന കൊഴുപ്പുകളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ നിശേഷം നല്ല അതിനെ തുടച്ചു കളയാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അവക്കാഡോ നമുക്ക് ഫ്രിഡ്ജിൽ അവക്കാഡോ നമുക്ക് എടുത്ത് ജ്യൂസ് ആക്കി കുടിക്കാം. ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിന് വലിയ മധുരമൊന്നും ഉള്ളൊരു ഫ്രൂട്ടല്ല. അപ്പം നമുക്ക് ഇനി അങ്ങനെ കഴിക്കാൻ പാടുള്ളവർക്ക് കുറച്ച് പാലൊക്കെ ചേർത്ത് കുറച്ച് ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഷേക്കായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ അവക്കാഡോയിലേക്ക് കുറച്ച് ട്യൂണ അല്ലെങ്കിൽ എഗ്ഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു സലാഡ് പരുവത്തിൽ കഴിക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് അവക്കാഡോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതുപോലെ നമ്മളിപ്പം പച്ചക്കറി മേടിക്കാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പഴങ്ങൾ മേടിക്കാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുന്ന ആൾക്കാരാണ്. ഈ പറയുന്ന ഞാനാണെങ്കിൽ കൂടി അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ചുറ്റുമുള്ള നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന പല കാര്യങ്ങളിലും നമ്മളറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരു പരിധി വരെ സംരക്ഷണം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ അവക്കാഡോ എന്ന് പറയുന്നതും. അപ്പം രുചിയിലല്ല കാര്യം, ഗുണത്തിലാണ് കാര്യം എന്നുള്ളത് എപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ ഈ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാതെ വിട്ട് കളയണ്ട, മേടിച്ച് കഴിച്ചോളൂ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ വിറ്റാമിൻ ബി കുറവാണെങ്കിലും വിറ്റാമിൻ സി കുറവാണെങ്കിലും ഒക്കെ നമ്മൾ എന്താ പറയുന്നത് മെഡിസിൻ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ മെഡിസിൻ എടുക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, നമുക്ക് സുലഭമായി കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇവയൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ശേഖരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾസിൻ്റെയോ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ആവുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ഹെൽപ്പ് ആവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം അതിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ഉടനടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല, ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഇത് ആരോഗ്യപരമായിട്ട് നമുക്ക് തന്നെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ചുറ്റും പലവിധ അസുഖങ്ങളും പല പകർച്ചവ്യാധികളും അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള നമ്മുടെ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എന്തായാലും എല്ലാ കാര്യത്തിലും താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കാതെ നമുക്കൊരു അസുഖം വന്നിട്ട് നമ്മൾ ആശുപത്രിയിൽ ചെന്ന് മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതിപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക, ബാക്കി വരുന്നതിന് നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ വീഡിയോ കാണുന്നതിന് തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ.